നിങ്ങളുടെ പങ്കാളിയുടെ കറൻറ്റ് ഫീലിങ്സ് അതാണ് നമ്മൾ നോക്കുന്നത്. അതിനു മുമ്പ് ചാനൽ സബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ് ചെയ്യുക. പ്രൈവറ്റ് റീഡിംഗ് വേണമെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം. ഇനി നമുക്ക് ഇന്നത്തെ ടാരോ മെസ്സേജുകൾ നോക്കാം എന്തൊക്കെയാണെന്ന്. 7 വാണ്ടാണ് ആദ്യത്തെ കാർഡ്. കിങ് കപ്പ്, അപ്പം കയ്യിലിങ്ങനെ പിടിച്ചിരിക്കുന്നേ ഉള്ളൂ. ക്യൂൻ ഓഫ് പെൻഡക്കൾ, സ്നേഹമുള്ള ഭാര്യ ഭർത്താവ്. ടെമ്പറൻസ്, ബാലൻസിങ് ഇല്ല കേട്ടോ, സ്നേഹമുണ്ടെന്ന് പറയാൻ പറ്റില്ല, വഴക്കുണ്ട്. ഭൂമിയാണ്, എല്ലാ തരത്തിലും അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടമുള്ളവരാണ്. 2 കപ്പ്, വഴക്കടിച്ച് പ്രണയിക്കുന്ന കുട്ടികളെ പോലെയുള്ള പ്രണയം. ചില സമയത്തൊക്കെ യാന്ത്രികമായി മാറുന്നുണ്ട് ഈ പ്രണയം കേട്ടോ. മൗനത്തിലാവുന്നുണ്ട്, രണ്ടുപേരും ബ്രേക്കപ്പ് എടുക്കുന്നുണ്ട്. ഇറങ്ങിപ്പോയി 8 കപ്പ്. 6 കപ്പ്, അതോടുകൂടി ഓർമ്മകളായി 1/1 ആയിട്ട് തരികയാണ് അല്ലേ. നൈറ്റ് കപ്പ്, പിന്നെ ഫോളോ ചെയ്യാൻ തുടങ്ങി. ഇതാണ് ഇന്നത്തെ റീഡിങ്ങിൽ കിട്ടിയിരിക്കുന്നത്. നിങ്ങളെപ്പോഴും ഇങ്ങനെ അവരെ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്, കിട്ടുന്നില്ല. ആ സമയത്ത് നിങ്ങൾക്ക് അവരോട് ദേഷ്യം വരുന്നുണ്ട്. അതിന് കാരണം അവർ തിരക്കിലായിരിക്കാം, മറ്റ് പ്രശ്നങ്ങളിലായിരിക്കാം. അപ്പോൾ ഒക്കെ നിങ്ങളുടെ കയ്യിൽ അവരെ കിട്ടുന്നില്ല, സംസാരിക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ മെസ്സേജ് അയച്ചാൽ മറുപടി ഇല്ല, മൗനമാണ്. ആ സമയത്ത് അവർക്ക് നിങ്ങളോട് തോന്നുന്നത് ദേഷ്യമാണ് എന്നാണ് ആദ്യത്തെ കാർഡ് പറയുന്നത്. 7 വാണ്ട്, വെല്ലുവിളിയായി മാറുകയാണ്. അവരിപ്പോൾ പോകുന്നത് സങ്കടകരമായ ഒരു അവസ്ഥയിലൂടെയാണ്. അതിന് പല കാരണങ്ങളും ഉണ്ടാവുമല്ലോ. 2 ജാതി 2 മതം, അല്ലെങ്കിൽ കുടുംബം എതിർക്കുന്ന ബന്ധമായി ആയിരിക്കാം നിങ്ങളുടെ, അല്ലെങ്കിൽ അവർക്കൊരു കുടുംബം ഉണ്ടാവാം. അതുമല്ലെങ്കിൽ അവർ മറ്റൊരു ബന്ധത്തിലേക്ക് പോയിട്ടുണ്ടാവാം. കുടുംബമില്ലാത്തവരാണെങ്കിലും മറ്റൊരു പ്രണയത്തിലേക്ക് പോയിട്ടുണ്ടാവും. അപ്പോൾ ഇവിടെ ബാലൻസിങ് ഇല്ലായാണ് കാണുന്നത്. നിങ്ങൾ രണ്ടുപേരും ബാലൻസിങ് ഇല്ലാതായപ്പോൾ മറ്റൊരു പ്രണയത്തിലേക്ക് പോവാം. യുവാക്കളൊക്കെ ആണെങ്കിൽ പല ഓപ്ഷനുകൾ ഉണ്ടാവും അല്ലേ. അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ ഈ സമയത്ത് നിങ്ങൾ കോണ്ടാക്ട് ചെയ്താൽ നിങ്ങളോട് അവർക്ക് ദേഷ്യമാണ്. ആദ്യമൊക്കെ അവർ നിങ്ങളെ ഫോളോ ചെയ്തു, പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചു, അവരുടെ പ്രശ്നങ്ങൾ നിങ്ങൾ മനസ്സിലാക്കിയില്ല. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ നിങ്ങൾ സംസാരിക്കുന്നതോ വിളിക്കുന്നതോ അവർക്ക് വെല്ലുവിളിയായി മാറി എന്നാണ് 7 വാണ്ട് പറയുന്നത്. ഇനി അവരെന്തൊക്കെ പ്രശ്നങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത് എന്നാണ് പറയുന്നത്. ജോലി ഇല്ലാത്തതാവാം, ഹെൽത്ത് ഇഷ്യൂ ആവാം, കുടുംബത്തിലെ പ്രശ്നങ്ങളാവാം, ഇനി ജോലിയിലെ തന്നെ പ്രശ്നങ്ങളാവാം, സങ്കടകരമായ അവസ്ഥയിലൂടെ കടന്നു പോകുന്നു എന്നാണ്. അപ്പോൾ അമിതമായ ജോലിഭാരം, അതാണ് ഇന്നത്തെ യുവാക്കളുടെ ഏറ്റവും വലിയ വെല്ലുവിളി, അതുണ്ടെന്നാണ് പറയുന്നത്. ഇനി സാമ്പത്തിക ബാധ്യതകൾ, അപ്പോൾ അവർക്ക് എന്താണ് പ്രശ്നമെന്ന് നിങ്ങൾക്കറിയാം. ആ സമയത്ത് നിങ്ങളിങ്ങനെ കോണ്ടാക്ട് ചെയ്ത് നിങ്ങളോട് സംസാരിക്കൂ എന്ന് പറയുമ്പോൾ അവർക്ക് നിങ്ങൾ വെല്ലുവിളിയായി മാറുകയാണ്. ഇഷ്ടമില്ല എന്നല്ല ഞാൻ പറയുന്നത്. ഒരു കുടുംബത്തിലാണ് അവർ ഇരിക്കുന്നതെങ്കിൽ എപ്പോഴും നിങ്ങൾ കോണ്ടാക്ട് ചെയ്താൽ പങ്കാളി കൂടെ ഉണ്ടാവും അല്ലേ. ഇനി വീട്ടുകാർക്ക് ഇഷ്ടമല്ലെങ്കിൽ വീട്ടുകാർ കൂടെ ഉള്ളപ്പോൾ നിങ്ങളെ മൈൻഡ് ചെയ്യാൻ പറ്റില്ല, ആ അവസ്ഥയാണ്. അപ്പോൾ നിങ്ങളുടെ പങ്കാളി ഒരു പങ്കാളി ഉള്ള ആളാണെങ്കിൽ അതായിരിക്കാം കാരണം. വീട്ടുകാരെ എതിർക്കുന്നവരാണെങ്കിൽ വീട്ടുകാരായിരിക്കാം കാരണം. അതുമല്ലെങ്കിൽ മറ്റൊരു ഓപ്ഷനിലേക്ക് പോയി കഴിഞ്ഞു, നിങ്ങൾ രണ്ടുപേര് തീരുമാനം എടുത്തു നമുക്ക് ഒന്നിച്ചു പോകാൻ പറ്റില്ല എന്ന് തീരുമാനം എടുത്തിട്ട് അവർ മറ്റൊരു ഓപ്ഷനിലേക്ക് പോയിട്ട് വീണ്ടും നിങ്ങൾ വിളിക്കുകയാണെങ്കിൽ അതായിരിക്കാം. അപ്പോൾ നിങ്ങളുടെ പ്രണയത്തിൽ എന്താ സംഭവിച്ചതെന്ന് നിങ്ങൾക്കറിയാം. 7 വാണ്ട് എന്ന് പറഞ്ഞാൽ അവർ കുറച്ച് വെല്ലുവിളിയിലൂടെയാണ് കടന്നു പോകുന്നത്. നിങ്ങളോട് ഇപ്പോൾ ദേഷ്യമാണ്. നൈറ്റ് കപ്പാണ് അടുത്ത കാർഡ്. അത് പറയുന്നത് നിങ്ങളോട് സ്നേഹമുണ്ട്, നിങ്ങളുടെ ഓർമ്മകളുണ്ട്, ഓർമ്മകളെക്കുറിച്ച് ഇവിടെ പറയുന്നുണ്ട്. നിങ്ങളോട് സ്നേഹവുമുണ്ട്, എന്നാൽ അതങ്ങ് തരാൻ മനസ്സില്ലാത്ത പോലെയാണ്. ആദ്യമൊക്കെ നിങ്ങൾ തമ്മിലുള്ള ആ ബാലൻസിങ് ഇല്ലായ നിങ്ങളുടെ വഴക്കുകൾ ഓർക്കുമ്പോൾ ഇനി വേണ്ട, ഇനി തുടരണ്ട, ഇതെന്താക്കാം എന്ന് ചിന്തിക്കുന്നുണ്ട്. എന്നാൽ എന്താക്കാൻ കഴിയുന്നില്ല. ഇതങ്ങ് അവസാനിപ്പിക്കാൻ അവരുടെ മനസ്സ് സമ്മതിക്കുന്നില്ല. അപ്പം നിങ്ങൾക്ക് വേണ്ടി ഹൃദയം തുറന്ന് കാത്തിരിക്കുന്ന പോലെ, നിങ്ങൾക്ക് വേണ്ടി ഇത്തിരി സ്നേഹം കരുതിയ പോലെയാണ് ഇവിടെ കിങ് കപ്പ് പറയുന്നത്. അപ്പം നിങ്ങളെ മുഴുവനായിട്ട് ഒഴിവാക്കാൻ കഴിയാത്ത ഒരാൾ, ധർമ്മസങ്കടമാണ് അവർ അനുഭവിക്കുന്നത്. ഒരുപക്ഷെ നിങ്ങളെ സ്വീകരിക്കാൻ കഴിയുന്നുണ്ടാവില്ല, ഒഴിവാക്കാനും കഴിയുന്നില്ല. അങ്ങനെ സ്നേഹിക്കാനും നിരാകരിക്കാനും പറ്റാത്തൊരു അവസ്ഥയിലൂടെ കടന്നു പോകുന്നൊരു കിങ്. ഇവിടെ സ്നേഹത്തിൻ്റെ രാജാവാണ്. ഇനി കയ്യിലുള്ളതാണെങ്കിൽ സ്നേഹത്തിൻ്റെ ഒരു കപ്പാണ്. അപ്പോൾ ഇവിടെ കൂടുതലും വന്നിരിക്കുന്നത് കപ്പ് എനർജിയാണ്. കപ്പ് എനർജി എന്ന് പറഞ്ഞാൽ നിങ്ങൾ തമ്മിലുള്ള ആ ദൃഢമായ മാനസിക അടുപ്പത്തിനെയാണ് കാണിക്കുന്നത്. അപ്പോൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും നന്നായി സ്നേഹിക്കുന്നുണ്ട് എന്നുള്ളത് ഇവിടെ ഉറപ്പിച്ച് പറയാം.
എന്നാൽ നിങ്ങൾ തമ്മിൽ എന്തൊക്കെ പൊരുത്തക്കേടുകൾ ഉണ്ടായിട്ടുണ്ട്. അത് മറ്റുള്ള കാര്യങ്ങളിലാവാം, വീട്ടുകാർക്ക് ഇഷ്ടമില്ലാഞ്ഞിട്ട്, അല്ലെങ്കിൽ ജോലിയിലെ പ്രശ്നങ്ങൾ, ഏത് സമയത്ത് വിളിക്കുമ്പോൾ ആളെ കയ്യിൽ കിട്ടാതിരിക്കുക, മെസ്സേജ് അയച്ചാൽ മറുപടി തരാതിരിക്കുക, ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഏകാന്തതകളിൽ അവർ നിങ്ങളെ മിസ് ചെയ്യുന്നു എന്ന് പറയുന്നത്. അവരുടെ തിരക്കൊക്കെ കഴിഞ്ഞിരിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ അവർ ഓർക്കുന്നത് നിങ്ങളെക്കുറിച്ചാണ്. അപ്പോൾ പകലൊക്കെ ജോലി തിരക്കൊക്കെ ആവുമ്പോൾ അവരതിൻ്റെ ഇടയിൽ നിങ്ങളെ ഓർക്കുന്നില്ലായിരിക്കും. എന്നാൽ ഏകാന്തമായ നിമിഷങ്ങളിൽ അവരെപ്പോഴും നിങ്ങളെക്കുറിച്ചാണ് ഓർക്കുന്നത്. അതാണ് 6 കപ്പും കിങ് കപ്പും കൂടി പറയുന്നത്. ഈ രാജാവിന് നിങ്ങളെയാണ് ഇഷ്ടം. നിങ്ങളോട് അകലാൻ പറ്റാത്തൊരു ബന്ധം അവർക്കുണ്ട്. അതാണ് ഇന്നിവിടെ പറയുന്നത്. അപ്പം രണ്ടുപേരും തമ്മിലുള്ള ആ മാനസിക ഐക്യത്തിന് യാതൊരു കുഴപ്പമില്ല, സോൾ കണക്ഷനാണ്. എന്നാൽ ബാഹ്യമായിട്ട് ഒരുപാട് അന്തരങ്ങൾ നിങ്ങൾക്കിടയിലുണ്ട്, പ്രശ്നങ്ങളുണ്ട്, വഴക്കടിച്ച് പ്രണയിക്കുന്നവരാണ്, ബാലൻസിങ് ഇല്ലായുണ്ട്, ചില സമയത്ത് യാന്ത്രികമായി പോകുന്നുണ്ട്, പല കാര്യങ്ങൾ ഹൈഡ് ചെയ്യുന്നുണ്ട്, രണ്ടുപേർക്കും നല്ല തണ്ടുണ്ട്, രണ്ടുപേരും അങ്ങേയറ്റം സ്നേഹിക്കുന്നുണ്ട്, ഫിസിക്കലായും താല്പര്യമാണ്. ഇതുപോലെയാണ് ഇവിടെ കിട്ടിയിട്ടുള്ള കാർഡുകളെല്ലാം പറയുന്നത്. ഭൂമി പറയുന്നു എല്ലാ തരത്തിലും നിങ്ങളെ അവർക്കും അവരെ നിങ്ങൾക്കും ഇഷ്ടമാണെന്ന്. ഞാൻ പറയാറില്ലേ, കാണാൻ ഇഷ്ടമാണ്, കേൾക്കാൻ ഇഷ്ടമാണ്, സംസാരിക്കാൻ ഇഷ്ടമാണ്, അറിയാൻ ഇഷ്ടമാണ്, മനസ്സുകൊണ്ട് ഇഷ്ടമാണ്, ആത്മാവ് കൊണ്ട് ഇഷ്ടമാണ്. ഇനി അത് തന്നെയാണ് മറ്റൊരു കാർഡായ ക്യൂൻ പെൻറ്റക്കളും പറയുന്നത്. അത് എർത്ത് എലമെൻറ്റ് തന്നെയാണ്. എന്നാൽ ഇവിടെ പറയുന്നത് നിങ്ങൾ അവരുടെ ഒരു എനർജിയാണ് എന്നാണ്. ക്യൂൻ ഓഫ് പെൻറ്റക്കള് നിങ്ങൾ ഇല്ലാതാവുമ്പോൾ അവർക്കെല്ലാം നഷ്ടമായൊരു തോന്നലാണ്, അവർ തനിച്ചായി എന്നുള്ള തോന്നലാണ്. അത് പല സമയത്ത് ഉണ്ടാവുന്നുണ്ട്. അവർക്കൊരു പങ്കാളി കൂട്ടിനുണ്ടെങ്കിലും നിങ്ങളാണ് അവരുടെ മാനസികമായ ധൈര്യം എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ കൂടുതലും കപ്പ് എനർജി വന്നതുകൊണ്ട് നമുക്കൊരു നെഗറ്റീവ് പറയാനില്ല. രണ്ടുപേരും തമ്മിൽ വളരെയധികം ഇഷ്ടമാണ്. പക്ഷേ രണ്ടുപേരും തമ്മിൽ പൊരുത്തക്കേടുകളുണ്ട്. അത് ജീവിതത്തിലെ പൊരുത്തക്കേടുകളാണ്, മനസ്സിൻ്റെ അല്ല. മനസ്സ് ഒരാൾക്ക് ഒരാളില്ലെങ്കിൽ തേടിക്കൊണ്ടിരിക്കുന്നതാണ് നൈറ്റ് കപ്പ് പറയുന്നത്. നിങ്ങൾ അകന്നു കഴിഞ്ഞാൽ അവർ നിങ്ങളെ ഫോളോ ചെയ്യും, അവരകന്നു കഴിഞ്ഞാൽ നിങ്ങൾ അവരെ ഫോളോ ചെയ്യും. അതാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ ഭ്രാന്തമായ പ്രണയമാണ്. അതാണ് നൈറ്റ് കപ്പ് പറയുന്നത്. കപ്പ് എനർജി മുഴുവൻ പറയുന്നത് അതാണ്. ആത്മാവിൽ ചേർത്ത് പിടിച്ചൊരു പ്രണയം. അവരില്ലെങ്കിൽ നിങ്ങളില്ല, നിങ്ങളില്ലെങ്കിൽ അവരില്ല എന്നുള്ള ആ ഒരു മെൻറ്റാലിറ്റിയാണ്. മീനം രാശിയാണ്. ഒരാൾ നഷ്ടമായ മറ്റേ ആൾക്ക് മരണതുല്യമായ ഒരു അവസ്ഥയാണ്. അതാണ് 7 വാണ്ട് പറയുന്നത്. നിങ്ങളോട് വഴക്കടിക്ക് നിങ്ങൾ മാറി നിന്ന് കഴിഞ്ഞാൽ അവർക്ക് എന്ത് വേണമെന്ന് അറിയില്ല. പിന്നെ സങ്കടകരമായ അവസ്ഥയാണ്. ഇനി 8 കപ്പാണ് വന്നിരിക്കുന്നത്. 8 കപ്പ് എന്ന് പറഞ്ഞാൽ ഇറങ്ങി പോവുകയൊക്കെ ചെയ്യും. അത് കഴിഞ്ഞാൽ കിടന്ന് കരയലാണ്. അത് നിങ്ങളാവാം, അവരാവാം. ഇനി കപ്പ് എനർജി കൂടുതൽ വന്നതുകൊണ്ട് മറ്റൊരു മെസ്സേജ് കൂടിയുണ്ട്. അതിൽ എല്ലാവർക്കും ഒന്നിച്ചു പോകാൻ കഴിയാത്തവരുണ്ട്, വിധിയില്ലാത്തവർ. കാണാനും സ്നേഹിക്കാനും മാത്രമേ യോഗം ഉണ്ടാവൂ. ഭാര്യ ഭർത്താക്കന്മാരാവാൻ യോഗമുണ്ടാവില്ല. അത്തരം പ്രണയങ്ങളും ഇവിടെ കാണുന്നുണ്ട്. ആ പ്രണയങ്ങൾക്ക് കുറച്ച് കൂടുതൽ ശക്തി ഉണ്ടാവും. ഒരിക്കലും കിട്ടില്ല എന്നറിയുമ്പോൾ ആ പ്രേമം അല്ലേ, അതിവിടെ കാണുന്നുണ്ട്. മാനസികമായിട്ട് അകലാൻ കഴിയാത്തവരും എന്നാൽ ശാരീരികമായി അടുക്കാൻ കഴിയാത്തവരും ഒരുപാട് പ്രതിസന്ധികളുള്ളവരും, ഒരാൾ അകലുമ്പോൾ ദുഃഖം അനുഭവിക്കുന്നവരും വിരഹം അനുഭവിക്കുന്നവരും പല കാര്യങ്ങൾ ഹൈഡ് ചെയ്യുന്നവരും അതും പറയുന്നുണ്ട്. എല്ലാ കാര്യങ്ങളൊന്നും ഓപ്പണായി പറയുന്നില്ല. മനസ്സുകൊണ്ടൊക്കെ വലിയ ഇഷ്ടമാണ്. എന്നാൽ വാക്കുകൾ കൊണ്ട് പൊരുത്തക്കേടുകൾ ഉണ്ടാവുന്നുണ്ട്. ബാലൻസിങ് ഇല്ലായുണ്ട്. ഒരാൾ പറയുന്നത് മറ്റേ ആൾക്ക് മനസ്സിലാവായുണ്ട്. വഴക്കൊക്കെ അടിക്കുന്നുണ്ട്. അതാണല്ലോ 2 കപ്പ് പറഞ്ഞ്. കുട്ടികളെ പോലെ കലഹിക്കുന്നു, കുട്ടികളെ പോലെ പ്രണയിക്കുന്നു എന്നാണ് പറയുന്നത്. ഇനി തുടക്കത്തിൽ എൻഡാവുന്ന ബന്ധങ്ങളും ഉണ്ട് കേട്ടോ. ഇനി പെൺകുട്ടികൾ ആൺകുട്ടികളെക്കാൾ മുതിർന്നവരുണ്ട്. ഏജ് കൂടിയ സ്ത്രീയും ഏജ് കുറഞ്ഞ പുരുഷനും ഉണ്ട്. എന്നാൽ ഈ പ്രണയമൊക്കെ സത്യസന്ധമാണ്, സോൾ കണക്ഷനാണ് എന്ന് പറയുന്നത്. ക്യൂൻ പെൻറ്റക്കൾ പറഞ്ഞ് പല കാര്യങ്ങൾ ഹൈഡ് ചെയ്യുന്നുണ്ട് എന്ന്. സോഷ്യൽ വർക്കർ ആയിരിക്കുമെന്ന് പറയുന്നുണ്ട്. ഷീ ഓർ ഹി ആരുമാവാം. പൊതുപ്രവർത്തകനോ അല്ലെങ്കിൽ അധ്യാപകരോ അല്ലെങ്കിൽ വില്ലേജിലോ പഞ്ചായത്തിലോ ഗവൺമെൻറ് ജോബോ ഇതൊക്കെ ആയിരിക്കുക. അധ്യാപകരായിരിക്കാമെന്നാണ് കൂടുതലും പറയുന്നത്. അപ്പോൾ അതുപോലുള്ള ആളാണെങ്കിലും ഓപ്പണായിട്ട് പെരുമാറുന്ന ആളല്ല. കുറേ കാര്യങ്ങൾ ഹൈഡ് ചെയ്യുന്ന ഒരു സ്വഭാവമുണ്ട്. അതേ പങ്കാളിക്ക് സംശയം ഉണ്ടാക്കുന്നു എന്ന് പറയുന്നത്. സ്നേഹിക്കുന്നുണ്ട്, അത് മുഴുവൻ അവർ മനസ്സിലാക്കുന്നില്ല, അല്ലെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുന്നില്ല. അവരുടെ കാര്യം തന്നെയാണ് ഈ ക്യൂൻ ഓഫ് പെൻറ്റക്കളും വന്നിരിക്കുന്നത്. അപ്പുറത്ത് ആരുമാവാം, സ്ത്രീയാവാം, പുരുഷനാവാം. അവരെ ഓപ്പണായി പെരുമാറാത്തത് നിങ്ങൾക്ക് സംശയം ഉണ്ടാക്കുന്നുണ്ട്. എന്നാൽ അവർ സ്നേഹിക്കുന്ന കാര്യത്തിൽ ഇവിടെ കപ്പാണല്ലോ വന്നിരിക്കുന്നത്. അതിനൊന്നും സംശയം വേണ്ട. കർക്കിടകം രാശി പുറത്തേക്ക് പുറന്തോടുണ്ടെങ്കിലും ഉള്ളിൽ സോഫ്റ്റായൊരു മനസ്സാണ്. അതിൽ നിങ്ങളാണ്. അത് മനസ്സിലാക്കുക കേട്ടോ. അതിൽ വേറെ ആരുമില്ല. ഇനി വേറൊരു പങ്കാളിയുടെ കൂടെ ജീവിക്കുന്നുണ്ടെങ്കിലും സ്നേഹിക്കുന്നത് നിങ്ങളെയാണ്. അങ്ങനെ പറഞ്ഞതുകൊണ്ട് ഇനി പ്രശ്നമാവുമെന്ന് എനിക്കറിയില്ല.
ഇനി വന്നിരിക്കുന്ന ടെമ്പറൻസ് ആണ്. അത് പറയുന്നത് നിങ്ങൾ മാനസികമായിട്ടൊന്ന് മോട്ടിവേറ്റ് ചെയ്യൂ എന്നാണ്. ജൂപ്പിറ്ററാണ് വന്നിരിക്കുന്നത്. അപ്പം മനസ്സിനെ ഒന്ന് മെഡിറ്റേറ്റ് ചെയ്യുക, ഒന്ന് ഉയർത്തി കൊണ്ടുവരിക. ഇപ്പോൾ ഡൗൺ ആണ്, രണ്ടുപേരും ബാലൻസിങ് ഇല്ല. അങ്ങനെ വരുമ്പോഴാണ് അകന്നു പോവേണ്ടി വരുന്നത്. അപ്പം നിങ്ങളുടെ മനസ്സിനെ ഒന്ന് പോസിറ്റീവ് എനർജിയിലേക്ക് കൊണ്ടുവന്നാൽ കണക്റ്റ് ആവും. രണ്ടുപേരെയും സ്നേഹിക്കാൻ തുടങ്ങും. ഈ പ്രശ്നങ്ങളൊന്നും അല്ലാന്ന് തോന്നും. അപ്പോൾ ഒരാളില്ലെങ്കിൽ വയ്യ എന്നുള്ളത് അറിയാലോ. ഇവിടെ ഒരാൾ ഇറങ്ങിപ്പോയപ്പോൾ ഭയങ്കര സങ്കടമാണ് മറ്റേ ആൾക്കും ഈ ഇറങ്ങിപ്പോയ ആൾക്കും. അതാണ് ഇവിടെ കാണിക്കുന്നത്. അതാണ് സങ്കടകരമായ അവസ്ഥയൊക്കെ പറയുന്നത്. അപ്പോൾ ആ അവസ്ഥ മാറാൻ നിങ്ങളൊന്ന് മോട്ടിവേറ്റ് ചെയ്യൂ, മെഡിറ്റേറ്റ് ചെയ്യൂ എന്നാണ് പറയുന്നത്. അപ്പോൾ അതിന് ശ്രമിക്കൂ കേട്ടോ. ടെമ്പറൻസ് പറയുന്നത് ബാലൻസിങ് ഇല്ലായ കൊണ്ടാണ് ബ്രേക്കപ്പ് വന്നതെന്നാണ്. രണ്ടുപേരും അകന്നിരിക്കുകയാണ്, ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ്, സംസാരിക്കുന്നില്ല, മൗനമാണ് പേജ് സോട്സ് പറയുന്നത്. അങ്ങനെ അവർ മൗനത്തിലേക്ക് പോയപ്പോൾ ഒരാൾ കിടന്ന് കരയുകയാണ്, മറ്റേ ആളിങ്ങനെ യാന്ത്രികമായി ജീവിച്ചു പോവുകയാണ്. രണ്ടാൾക്ക് ജീവിക്കണമല്ലോ. അവർ പലതവണ ആലോചിക്കുന്നുണ്ട് നിങ്ങളുമായിട്ടൊന്ന് കോണ്ടാക്ട് ചെയ്താലോ എന്ന്. എന്നാൽ അവരെന്തൊക്കെയാണ് പറഞ്ഞത് നിങ്ങളുടെ മനസ്സിലുണ്ടാവും എന്നുള്ള പേടിയാണ് അവർക്ക്. അതാണ് ടെമ്പറൻസ് പറയുന്നത്. അവർ സംയമനം പാലിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളുമായിട്ട് കോണ്ടാക്ട് ചെയ്യാൻ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു പോയത് ഇത്തിരി അധികമായിട്ടുണ്ടാവും, കൂടിപ്പോയിട്ടുണ്ടാവും. അതിൻ്റെ ഒരു ടെൻഷനിലാണ് എന്നാണ് ടെമ്പറൻസ് പറയുന്നത്. അപ്പം നിങ്ങൾ ക്ഷമിക്കാൻ തയ്യാറാണെങ്കിൽ അവർ ഈ അടുത്ത ദിവസങ്ങളിൽ തന്നെ നിങ്ങളുമായിട്ട് കോണ്ടാക്ട് ചെയ്യും. അപ്പം നിങ്ങൾ ആദ്യം ഒന്ന് മിസ്സടിക്കുകയോ ഒരു മെസ്സേജ് അയക്കുകയോ ചെയ്യുക, ബ്ലോക്ക് ചെയ്തിട്ടില്ലെങ്കിൽ. അപ്പം നിങ്ങളുടെ മനസ്സ് ഓക്കെ ആണെന്ന് അറിയുമ്പോൾ അവർ കോണ്ടാക്ട് ചെയ്യും. ഇപ്പോൾ അവർക്ക് പേടിയാണ്, കലഹിച്ചതിൻ്റെ പേടിയാണ് കേട്ടോ. അതാണ് ടെമ്പറൻസും 8 കപ്പും കൂടി പറയുന്നത്. അവർ ദുഃഖിക്കുകയാണ്. നൈറ്റ് കപ്പ് പറയുന്നു ഫോളോ ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന്. നിങ്ങൾ അവരെയാണോ അവർ നിങ്ങളെയാണോ? രണ്ടുപേരും ഫോളോ ചെയ്യുന്നുണ്ട്. ഇനി രണ്ടുപേർക്ക് ഓർമ്മകളാണ് എന്നാണ് 6 കപ്പ് പറയുന്നത്. രണ്ടുപേരും അകന്നു പോയാലും മനസ്സിന്ന് പോയാലാണ് ആ മനുഷ്യൻ നമ്മുടെ മനസ്സിൽ പ്രണയം ഇല്ലാതാവുന്നത്, അല്ലേ? നമ്മുടെ മനസ്സിൽ പ്രണയമുള്ളത് കൊണ്ടാണ് ഏത് നേരത്തെ അവരെ ഓർത്ത് ദുഃഖിക്കുന്നത്. അത് രണ്ടുപേരും ചെയ്യുന്നുണ്ട്. ഇനിയിപ്പോൾ അവർക്ക് നിങ്ങൾക്ക് അവർ ഇഷ്ടമാണെന്ന് ഞാൻ ആദ്യം പറയണ്ടല്ലോ. രണ്ടുപേരും ഓർത്ത് ദുഃഖിക്കുക എന്ന് പറഞ്ഞാൽ രണ്ടുപേർക്കും മറക്കാൻ കഴിയുന്നില്ല എന്നാണ് പറയുന്നത്. ഇവിടെ വിരഹമാണ് കൂടുതൽ വന്നിരിക്കുന്നത്. കപ്പ് എനർജി ആണല്ലോ. കപ്പ് എനർജി തരുന്നത് നമ്മുടെ മാനസിക സംഘർഷങ്ങളെ, സങ്കടത്തിനെയാണ്. മനസ്സിങ്ങനെ മതിച്ചുകൊണ്ടിരിക്കുന്ന, വിഷമിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ചിന്തകളെ കുറിച്ചാണ് പറയുന്നത്. ഇനി കപ്പ് എനർജി വന്നാൽ കുറച്ച് വിഷവും കൂടി വരും, അതുമുണ്ട്, സംശയമുണ്ട്. ഇനി എന്നോട് താല്പര്യമില്ലാഞ്ഞിട്ടാണോ ഇങ്ങനെയൊക്കെ പറയുന്നത് എന്ന ചിന്തയുണ്ട്. എന്നെ സ്വീകരിക്കുമോ എന്ന ചിന്ത അപ്പുറത്തുണ്ട്. എന്നോട് താല്പര്യമില്ലാഞ്ഞിട്ടാണോ എന്ന ചിന്ത ഇപ്പുറത്തുണ്ട്. അങ്ങനെ ചിന്തകൾ കൊണ്ട് വലഞ്ഞിരിക്കുന്ന രണ്ടുപേരെയാണ് കാണിക്കുന്നത്. ഓവർ തിങ്കിങ് ആണ് ഇവിടെ കാണുന്നത്. അപ്പൊ ഭൂമി പറയുന്നു കുറച്ച് എനർജറ്റിക് ആവണമെങ്കിൽ നിങ്ങളുടെ ഒരു കോളോ ഒരു സന്ദേശമോ വരണം. എപ്പോഴും അവർക്ക് നിങ്ങളെ ഓർക്കാനേ നേരമുള്ളൂ. നിങ്ങളെ മിസ് ചെയ്യാണ്. ഏത് ആൾക്കൂട്ടത്തിലും തനിച്ചാണെന്ന തോന്നലുണ്ടാവുകയാണ് എന്നാണ്. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. അവർ തനിയാണ് എന്ന തോന്നലുണ്ടാവുകയാണ്. ഞാൻ ഫൈറ്റ് ചെയ്യേണ്ടി വരികയാണ് ഈ ലോകത്തോട് മുഴുവൻ എന്നാണ് അവർക്ക് തോന്നുന്നത്. അതിൻ്റെ കാരണം ഒരാളെ നഷ്ടമായിട്ടുള്ളൂ, ഒരാളുടെ സ്നേഹേ നഷ്ടമായിട്ടുള്ളൂ. എന്നിട്ടും അവർ ഇത്രയധികം വേദനിക്കുന്നു. അപ്പം അതിൻ്റെ അർത്ഥം എന്താണ്? നിങ്ങളാണ് അവരുടെ എല്ലാം എന്നാണ് ഭൂമി പറയുന്നത്. അപ്പം എല്ലാ തരത്തിലും ഇഷ്ടമുള്ള ആളാണ്, അങ്ങേയറ്റം സ്നേഹിക്കുന്ന ആളാണ്. എന്നാൽ സാഹചര്യങ്ങളൊന്നും അനുകൂലമല്ലാത്ത ആളാണ്. എന്നും സ്നേഹിക്കാൻ മാത്രം യോഗമുള്ളവരാണ്. ഒരു പക്ഷേ കല്യാണം കഴിക്കാൻ യോഗം ഉണ്ടാവും. എല്ലാവരുടെ കാര്യം അങ്ങനെ പറയാൻ പറ്റില്ലല്ലോ. എന്തായാലും നിങ്ങളുടെ പങ്കാളി നിങ്ങളെ സ്നേഹിക്കുന്നു, നിങ്ങൾ അവരെയും സ്നേഹിക്കുന്നു എന്നാണ് കപ്പ് എനർജി കൂടുതൽ വന്നതുകൊണ്ട് പറയാനുള്ളത്. അതിൽ തർക്കമൊന്നുമില്ല. അപ്പോൾ അവർ പലതവണ നിങ്ങളുമായിട്ട് കോണ്ടാക്ട് ചെയ്യാൻ ചിന്തിക്കുന്നുണ്ട്. അപ്പം തന്നെ വേണ്ടെന്ന് വെക്കുന്നുണ്ട്, വല്ലാതെ മിസ് ചെയ്യുന്നുണ്ട്. ഇതൊരു വല്ലാത്തൊരു അവസ്ഥയിലൂടെയാണ് അവർ കടന്നു പോകുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ വിരഹമുണ്ട്, വേദനയുണ്ട്, കുറച്ച് ദേഷ്യമുണ്ട് എന്ന് 7 വാണ്ട് പറഞ്ഞു. എന്നാലും എന്നെ മനസ്സിലാക്കിയില്ലല്ലോ, ഞാൻ സ്നേഹിക്കല്ലേ ചെയ്യുന്നത്, എന്നിട്ട് എന്നെ മനസ്സിലാക്കിയില്ലല്ലോ എന്നാണ് അവർ ചിന്തിക്കുന്നത്. നിങ്ങളും ഇത് തന്നെയാണ് ചിന്തിക്കുന്നത്. എന്നോട് ഇങ്ങനെയൊക്കെ പറഞ്ഞില്ലേ, എന്നെ ഒഴിവാക്കാൻ വേണ്ടിയല്ലേ എന്നൊക്കെ നെഗറ്റീവായ ചിന്തകൾ നിങ്ങളുടെ മനസ്സിലുണ്ട്. അപ്പോൾ കപ്പ് എനർജി വന്നു കഴിഞ്ഞാൽ കുറച്ച് വിഷം ഉള്ളിലുണ്ടാവും, അതില്ലാതിരിക്കില്ല. അത് രണ്ടുപേർക്കും ഉണ്ട്. എന്നാൽ ഒരാൾ കയ്യിൽ പിടിച്ച കപ്പുമായിട്ടിരിക്കുകയാണ്, ഒരാൾ ഓർമ്മകളിൽ ഇരിക്കുകയാണ്. ഇത് രണ്ടും ഒന്നായി കഴിഞ്ഞാൽ പ്രശ്നങ്ങൾ തീരും. കയ്യിൽ പിടിച്ച ആ കപ്പ് അങ്ങ് തരിക, ഓർമ്മകൾ മാറ്റിയിട്ട് അവരുമായിട്ടൊന്ന് കോണ്ടാക്ട് ചെയ്യുക. ഓർമ്മകൾ മാത്രമായി ഇരിക്കാതിരിക്കുക കേട്ടോ. ഇതാണ് നിങ്ങൾക്ക് ഇന്ന് തന്നിട്ടുള്ള നിർദ്ദേശം. രണ്ടുപേരും അങ്ങേയറ്റം സ്നേഹിക്കുന്നവരാണ്, അതിനൊരു തർക്കവുമില്ല. അവർ മാറി നിൽക്കുമ്പോൾ വളരെയധികം വേദന അനുഭവിക്കുന്നുണ്ട്, സ്പൈ ചെയ്യുന്നുണ്ട്. അതാണ് പേജ് സോട്സ് പറയുന്നത്. നിങ്ങൾ അവരെയും അവർ നിങ്ങളെയും സ്പൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ വേറെ നമ്പറുകളൊക്കെ ഉണ്ടാവേ, അതിൽ നിന്നൊക്കെ ആവും നോക്കുന്നുണ്ടാവുക. അവർ ഓൺലൈനിൽ വരുന്നുണ്ടോ, സന്തോഷിക്കുന്നുണ്ടോ, മറ്റാരെങ്കിലും ഉണ്ടോ,
രാത്രിയൊക്കെ ആവും നോക്കുന്നുണ്ടാവുക, ഈ സമയത്തൊക്കെ ഓൺലൈനിൽ ഉണ്ടോ എന്നൊക്കെ ആവും ചിന്തിക്കുന്നുണ്ടാവുക. അങ്ങനെ സ്പൈ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഒരുപാട് സംസാരിക്കാനുണ്ടെന്നാണ് പേജ് സോട്സ് പറയുന്നത്. അത് റൊമാൻറ്റിക്കായ സംസാരങ്ങൾ. അപ്പം പ്രണയം ഒരുപാട് മനസ്സിൽ സൂക്ഷിക്കുന്ന രണ്ടുപേരെയാണ് അവിടെ കണ്ടത്. രണ്ടുപേർക്കും പങ്കുവയ്ക്കാൻ പറ്റുന്നില്ല. സാഹചര്യം പലതാവാം. കുടുംബം ഉള്ളവരാവാം, കുടുംബം ആവാൻ പോകുന്നവരാവാം. മറ്റൊരാളെ കാണിച്ചു കൊടുത്തിട്ട് ജാതി മതമൊക്കെ നിങ്ങൾ വേറെ ആണെങ്കിൽ സ്വന്തം ജാതിയിലുള്ള ഒരു പെണ്ണിനെ അല്ലെങ്കിൽ ഒരു പയ്യനെയൊക്കെയാണ് കണ്ടുപിടിച്ച വീട്ടുകാരെ എങ്കിൽ അത് എതിർക്കാനൊന്നും സിംഗിൾസിനൊന്നും സാധിക്കില്ല. ഒരു പ്രായം വരെ നമുക്ക് ആരെയും എതിർക്കാനുള്ള ധൈര്യം ഉണ്ടാവില്ല. ഒരു 50 വയസ്സൊക്കെ കഴിയേണ്ടി വരും തൻ്റേതായ ഒരു കാഴ്ചപ്പാടിലൂടെ ലോകത്തിനെ നോക്കിക്കാണാൻ. അതുവരെ മറ്റുള്ളവർ പറയുന്നത് അനുസരിക്കുന്ന ഒരു പാവ പോലെയാണ് മിക്ക ആൾക്കാരും. വീട്ടുകാർ വേണം, അച്ഛൻ വേണം, അമ്മ വേണം, ജ്യേഷ്ഠൻ വേണം, അവർ വഴി കാണിക്കണം, ഇങ്ങനെയൊക്കെയാണ്. സ്വന്തമായൊരു തീരുമാനം ഉണ്ടാവില്ലേ പല ചെറുപ്പക്കാരുടെ ലൈഫിലും. അതുകൊണ്ടാണ് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്. എന്ത് കാര്യം ചോദിച്ചിട്ട് ചെയ്യുന്ന ഒരു പയ്യനാണെങ്കിൽ ഭാര്യയ്ക്ക് ഇഷ്ടം ഉണ്ടാവില്ല. ഇത് തിരിച്ചുമാവാം. ഇതൊക്കെയാണ് ദാമ്പത്യത്തിലെ പ്രശ്നങ്ങളാവുന്നത് ആദ്യകാലത്ത്. പിന്നീടൊക്കെ ഒന്നാവും കേട്ടോ. അപ്പം നമുക്ക് വ്യക്തമായൊരു കാഴ്ചപ്പാട് ഉണ്ടാവുന്നത് വരെ നമ്മളൊരു തീരുമാനം എടുക്കാൻ വൈകും. പലരും അത് വൈകിട്ടാണ് മനസ്സിലാവുന്നത്. എനിക്ക് ഇത്രയൊക്കെ ഇഷ്ടമുണ്ടായിട്ട് ആ ആളെ ഞാൻ നഷ്ടപ്പെടുത്തി എന്ന് മനസ്സിലാക്കുമ്പോഴേക്കും നമ്മുടെ ജീവിതം നമ്മുടെ കയ്യിൽ നിന്ന് പോയിട്ടുണ്ടാവും. അപ്പം ഇതൊക്കെയാണ് ചെറുപ്പക്കാരുടെ പ്രശ്നങ്ങൾ. ഇവിടെ ഒരുപാട് സ്നേഹിക്കുന്ന രണ്ടുപേരെയാണ് കണ്ടത്. എന്നാൽ ഒരുപാട് പ്രശ്നങ്ങളും ഉണ്ട്. ഒന്നാവാൻ സമ്മതിക്കാത്ത തരം പ്രശ്നങ്ങളാണ്. എന്നാൽ ഇതൊക്കെ മാറി നിങ്ങൾ ഒന്നാവട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി നമുക്ക് അടുത്ത മെസ്സേജുകൾ നോക്കാം. അർജുനനും സുഭദ്രയാണ്. കുറച്ച് എതിർപ്പൊക്കെ ഉണ്ടാവും, എന്നാലും കല്യാണം കഴിക്കാൻ പറ്റൂ കേട്ടോ. കണ്ണനും രാധയുടെ കല്യാണം കഴിക്കാൻ പറ്റാതെ പ്രണയിക്കുന്നവരുണ്ട്. അതാണ് എനിക്ക് അങ്ങനത്തെ എനർജിയൊക്കെ കിട്ടിയത്. റീകൺസിലേഷൻ ഉള്ള ദമ്പതികളുണ്ട്. ശകുന്തളയും ദുഷ്യന്തനുമാണ്. അപ്പോൾ അവർ ജീവിതകാലം മുഴുവൻ ഭാര്യ ഭർത്താക്കന്മാരായി ജീവിച്ചവരാണ്. അർജുനും സുഭദ്രയും വീട്ടുകാരെ എതിർത്ത് കല്യാണം കഴിച്ചവരാണ്. കണ്ണനും രാധയും ഒരിക്കലും ഒന്നാവാൻ കഴിയാത്ത കാമുകന്മാരാണ്. ഈ 3 വിഭാഗത്തിൽ ഏതാണ് നിങ്ങളുടേത് നിങ്ങൾ തീരുമാനിക്കുക. ഇനി നമുക്ക് ഹെൽത്ത് ഇഷ്യൂലേക്കും കരിയറിലേക്ക് പോവാം. ആദ്യം ഹെൽത്ത് ഇഷ്യൂ നോക്കാം. ഇവിടെ പക്ഷാഘാതം പറയുന്നുണ്ട്, തലച്ചോറിലെ നീർക്കെട്ട്, തലവേദന പറയുന്നുണ്ട്, ആന്തരാവയവങ്ങളിലെ പ്രശ്നങ്ങൾ, അമിത മദ്യപാനം, കരൾ രോഗം പറയുന്നുണ്ട്, വിഷാദ രോഗം പറയുന്നുണ്ട്, ഉറക്കമില്ലായ്മ പറയുന്നുണ്ട്, മൂത്രാശയ രോഗങ്ങൾ, അണുബാധ പറയുന്നുണ്ട്, ബ്രോങ്കൈറ്റിസ് പറയുന്നുണ്ട്, സ്ത്രീകളിലെ അമിത ആർത്തവം പറയുന്നുണ്ട്, വെള്ളത്തിലെ അപകടം പറയുന്നുണ്ട് കേട്ടോ. ഒന്ന് ശ്രദ്ധിക്കൂ കേട്ടോ. ഇനി ജോലി വന്നിരിക്കുന്ന വാട്ടർ അതോറിറ്റിയാണ്, തപാൽ വകുപ്പാണ്, ഇന്ത്യക്ക് വെളിയിലെ ജോലികളാണ്, മെഡിക്കൽ രംഗമാണ്, നൈറ്റ് ഷിഫ്റ്റിലെ ജോലികളാണ്, ഗവൺമെൻറ് ജോബുകളും ആണ്. ഇനി പൊതുവായ കാര്യങ്ങൾ. ഇവിടെ സന്ദേശവാഹകൻ വന്നിട്ടുണ്ട്. സന്ദേശങ്ങൾ വരുമെന്ന് പറയുന്ന, വളരെ റൊമാൻറ്റിക്കായ സന്ദേശങ്ങൾ വരുമെന്ന് പറയുന്ന. അപ്പം അതിനുവേണ്ടി കാത്തിരിക്കുക കേട്ടോ. ഇനി മഴക്കെടുതിയൊക്കെ ഉണ്ടല്ലോ, അതുകൊണ്ട് വെള്ളത്തിൻ്റെ പ്രശ്നങ്ങൾ ഇവിടെ വന്നിട്ടുണ്ട്. കപ്പ് എനർജിയാണ് കൂടുതൽ വന്നിരിക്കുന്നത്. അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ഇനി പറയുന്നു ബന്ധുസമാഗമം ഉണ്ടാവുന്ന, യാത്രകൾ വേണ്ടി വരുമെന്ന് പറയുന്നുണ്ട്, കുറച്ച് ധനം കയ്യിൽ വന്നു ചേരുമെന്ന് പറയുന്നുണ്ട്, സ്വപ്നങ്ങളെല്ലാം സഫലമാവും എന്ന് പറയുന്നുണ്ട്, മറഞ്ഞിരിക്കുന്ന ഒരു പ്രണയമുണ്ട്, അവർ നിങ്ങളോട് തുറന്നു പറയാൻ സാധ്യതയുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ആരെങ്കിലും പ്രണയിക്കുന്നുണ്ടെങ്കിൽ അവരിപ്പോൾ പറയും കേട്ടോ. അതാണ് ഇവിടെ പറയുന്നത്. ഇതിൽ കൂടുതൽ എന്തെങ്കിലും അറിയണമെങ്കിൽ എന്നെ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യുക. അപ്പോൾ ഇതാണ് എല്ലാ ടാരോ റീഡർമാരും നിങ്ങൾക്ക് തന്നുകൊണ്ടിരിക്കുന്ന റീഡിങ്. ഞാൻ ഇത്തിരി കൂടി ഒന്ന് റൊമാൻറ്റിക് ആവണം അല്ലേ? അങ്ങനെ ആകുമ്പോഴാണ് സാധാരണ എല്ലാ ടാരോ റീഡർമാരുടെയും അവസ്ഥയിലേക്ക് ഞാൻ വരൂ. ഞാൻ ശ്രമിക്കുക. കാരണം അബ്ദുള്ള മലയുടെ അടുത്തേക്കല്ല, മല അബ്ദുള്ളയുടെ അടുത്തേക്ക് എന്ന് പറഞ്ഞതുപോലെ ഞാൻ നിങ്ങളിലേക്ക് മാറാൻ പോവുകയാണ്. നമ്മുടേതായ റീഡിങ് നിങ്ങൾക്ക് അത്രയും ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ ഈ റീഡിങ്ങിലൂടെ എല്ലാവരും തരുന്നത് പോലുള്ള സന്ദേശങ്ങൾ ഞാൻ തരാം. എങ്കിലും ഞാൻ ഇവിടുത്തെ കാർഡിൻ്റെ ഫലങ്ങൾ മാത്രമേ പറയുള്ളൂ കേട്ടോ. അല്ലാതെ എനിക്ക് തോന്നിയതൊക്കെ വിളിച്ച് പറയാൻ പറ്റില്ല. എന്തോ എനിക്കതിന് സാധിക്കില്ല. അപ്പം അങ്ങനെയാണ് നമ്മുടെ റീഡിങ്ങിൻ്റെ രീതി. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങൾ പറയാം, നല്ല അഭിപ്രായങ്ങൾ പറയാം. അപ്പം എന്തായാലും ഞാനൊന്ന് പ്രാർത്ഥിച്ച് തന്നെയാണ് ഇത് തുടങ്ങുന്നത് കേട്ടോ. മന്ത്രം ചൊല്ലിയില്ലെങ്കിലും അത് ചിലർക്ക് ഇഷ്ടമില്ലെങ്കിലോ, എനിക്ക് കൂടുതൽ വ്യൂ ഒന്നും കൂടുന്നില്ല. മന്ത്രം ചൊല്ലി എന്ന് പറഞ്ഞ് എൻ്റെ ചാനൽ വളരുക, വ്യൂ കൂടുക, അതൊന്നും ചെയ്യുന്നില്ല. പിന്നെ ഞാൻ എന്തിനാ വെറുതെ ആവശ്യമില്ലാതെ. വെഡ്ഡിങ് ആണ് വന്നിരിക്കുന്നത്. അപ്പം അത് വേണ്ടാന്ന് വെച്ചു. എല്ലാവരും ഇപ്പം ഇതൊന്നും ചെയ്യുന്നില്ലല്ലോ. എൻഗേജ്മെൻറ്റ് മന്ത്രമാണെങ്കിൽ അങ്ങനെ പബ്ലിക്കായിട്ടൊന്നും പറയാൻ പാടില്ലാത്ത കാര്യം കൂടിയാണ്. ആ വ്യക്തി നല്ല ആളാണ് എന്ന് പറയുന്നത്. ട്രസ്റ്റ് ആണ് പറയുന്നത്, വിശ്വസിക്കാൻ.
കോളിംഗ് യുവർ സോൾമേറ്റ് എന്ന് പറയുന്ന പ്ലേഫുൾനെസ് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളൊരു സിനിമയിൽ കണ്ടിട്ടുണ്ട്, ഇന്നസെൻ്റ് ഒരാളുടെ പ്രസംഗം കേൾക്കാൻ ഇരിക്കുന്നുണ്ട്. അത് ഫുൾ തണ്ണി അടിച്ചിട്ടാണ് ഇരിക്കുന്നത്. അയാൾ ഘോരം പ്രസംഗിക്കുന്നുണ്ട്, വലിയ വാക്കുകളൊക്കെയാണ് പറയുന്നത്. അപ്പോൾ സ്കൂളിൽ പോലും പോവാത്ത ഇന്നസെൻ്റ് ഇത് കേൾക്കുമ്പോൾ എന്തായിരിക്കും അതിൻ്റെ പ്രത്യാഘാതം എന്ന് കോമഡി രൂപത്തിൽ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ നമ്മളിവിടെ മന്ത്രമൊക്കെ ചൊല്ലിക്കഴിഞ്ഞാൽ അത് അക്സെപ്റ്റ് ചെയ്യാനും അത് മനസ്സിലാക്കാനുമുള്ള മെൻറ്റാലിറ്റിയും ബോധവും ഈ കേൾക്കുന്നവർക്ക് വേണം. അത്രയ്ക്ക് പവർഫുള്ളായ ഒരു കാര്യം ചെയ്യുമ്പോൾ അതില്ലെങ്കിൽ നമ്മളത് വെറുതെ ആവശ്യമില്ലാതെ എടുത്തിടാൻ പാടില്ല. അപ്പോൾ ഇവിടെ വരുന്നത് ചിലപ്പോൾ കൗമാരക്കാരായ കുട്ടികളായിരിക്കാം, അവർക്കിതൊന്നും മനസ്സിലാവില്ല. ഇനി 10 പേര് മനസ്സിലാക്കിയിട്ട് കാര്യമൊന്നുമില്ല, ഒരുപാട് പേര് മനസ്സിലാക്കണം, ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്യണം. അങ്ങനെയൊക്കെ ആവുമ്പോഴാണ് നമ്മളിത് ചെയ്യുക. ഇനി ഒന്ന് സബ് ചെയ്തിട്ട് താഴെ ഒരു കമൻ്റ് ഇടൂ എന്ന് പറഞ്ഞാൽ അതുപോലെ ചെയ്യാൻ തയ്യാറില്ലാത്ത കുറേ ആൾക്കാരാണ്. കൈലാസം നന്നാവാനല്ലല്ലോ നമ്മൾ ഏകാശി നിൽക്കുന്നത്, നമ്മൾ നന്നാവാനല്ലേ. അതുപോലെ നിങ്ങൾക്ക് നല്ല നല്ല കാര്യം പറയുന്നതിലൂടെ എൻ്റെ ചാനലൊന്ന് വളരുക, നിങ്ങൾക്കൊരു സപ്പോർട്ട് ഞാനും തരിക, എനിക്കൊരു സപ്പോർട്ട് നിങ്ങളും തരിക. അങ്ങനെ കൊടുക്കൽ വാങ്ങലുകളാണ് എല്ലാ രംഗത്തും. അപ്പം അത് നിങ്ങൾ മനസ്സിലാക്കുന്നില്ലെങ്കിൽ നമ്മൾ ആ കാര്യം പതിയെ പിൻവലിക്കുക. കോമാളി ആവണ്ടല്ലോ, മറ്റൊരാരും ചെയ്യാത്തൊരു കാര്യം ചെയ്ത് ഞാനൊരു കോമാളി ആവുന്നു എന്ന് എനിക്ക് തോന്നി. കാരണം ഞാൻ പറഞ്ഞില്ലേ, പ്രസംഗിക്കുന്നത് എന്താണെന്ന് മനസ്സിലാക്കാതെ ഒരു വ്യൂ ആണ് ഉള്ളത്, ഇന്നസെൻ്റ് മാത്രമാണ് ഉള്ളത്. അയാൾക്കാണെങ്കിൽ ബുദ്ധിയും വിവരവും ഇല്ല, കള്ളും കുടിച്ചിട്ടുണ്ട്. അപ്പോൾ അതുപോലെയുള്ളിടത്ത് പ്രസംഗിച്ചിട്ട് കാര്യമില്ലല്ലോ, കേൾവിക്കാർ വേണമല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ മന്ത്രമൊന്നും വേണ്ട, സാധാരണക്കാരുടെ പോലെ മതി എന്ന് ചിന്തിക്കാൻ കാരണം. ചാനൽ സബ് ചെയ്ത എൻ്റെ വീഡിയോയ്ക്ക് കാത്തിരിക്കുന്ന എന്നെ സ്നേഹിക്കുന്ന എല്ലാവർക്കും എൻ്റെ താങ്ക് യു ഉണ്ട് കേട്ടോ. നിങ്ങളുടെ കാര്യമല്ല പറഞ്ഞത്, പുതിയ ആൾക്കാരുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ കാണാൻ ആൾക്കാർ വരുന്നുണ്ട്. ആദ്യത്തെ ദിവസമൊക്കെ ഒരുപാട് കമൻറ്റ് ഇട്ടു, പക്ഷെ സബ് ചെയ്യാനൊന്നും അവർ തയ്യാറല്ല. അങ്ങനെ ആകുമ്പോഴാണ് എൻ്റെ ചാനൽ വളരുക. അപ്പോൾ എൻ്റെ കാര്യം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് അടുത്ത മെസ്സേജിലേക്ക് പോവാം. അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവർ സബ് ചെയ്യാൻ കൂടി ശ്രമിക്കൂ കേട്ടോ. ടിൻ ഫ്ലെയിം ആണ് വന്നിരിക്കുന്നത്. മാരേജ്, വിവാഹം, സുഹൃത്ത് മാത്രമാണ്. ഐ ആം സോറി എന്ന് പറയുന്നത്, ലവ് യു, ഇതൊക്കെയാണ് ഇവിടെ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ ഈ റീഡിംഗ് അവസാനിപ്പിക്കാൻ പോവുകയാണ്. നിങ്ങളുടെ സ്നേഹം സത്യമുള്ളതാണെങ്കിൽ, നിങ്ങളുടെ പങ്കാളി നിങ്ങളെ സത്യമായിട്ട് സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ഈ വാക്കുകൾ മറക്കാതിരിക്കുക. നിങ്ങളുടെ പ്രണയം സഫലമാവട്ടെ, അതാണ് ഞാനിവിടെ പ്രാർത്ഥിക്കുന്നത്. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ സബ് ചെയ്യില്ല എന്ന വാശിയോടെ കാണുന്നവരോട് എനിക്കൊന്നും പറയാനില്ല. കാരണം ഒരാൾ എന്നോട് വന്ന് പറഞ്ഞതാണ്, ഞാൻ കഴിഞ്ഞ 2 കൊല്ലമായി നിങ്ങളുടെ വീഡിയോ കാണാൻ തുടങ്ങിയിട്ട് ഞാൻ സബ് ചെയ്തിട്ടില്ലല്ലോ എന്ന് പറഞ്ഞു. വളരെ പ്രതികാരം പോലെ അങ്ങനെ എന്തോ പറഞ്ഞു. അയാൾക്ക് നാണമുണ്ടോ എല്ലാ ദിവസവും ഇങ്ങനെ സബ് ചെയ്യാൻ പറയുമ്പോൾ സബ് ചെയ്യാതെ കാണാൻ? എനിക്കതാ ചോദിക്കാനുള്ളത്. അപ്പോൾ അത് വലിയ വീരസ്യമായിട്ട് എടുക്കണ്ട, അതൊരു നെഗറ്റീവായിട്ടുള്ള സംസാരമാണ് അല്ലേ. അപ്പോൾ ഇതൊക്കെയാണ് പറയാനുള്ളത്. ആദ്യമായി കാണുന്നവർ സബ് ചെയ്യുക, വീഡിയോ കാണുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്ക് ഞാൻ നല്ല മെസ്സേജുകളാണ് തരുന്നത്. ഇതാണ് പറയാനുള്ളത്.